ഒരു മറുപടി പറയേ. അതെന്താ, ഇവിടെ നിധിക്കും ശിവാനിക്കും രണ്ട് നിയമങ്ങളാണോ? നിധിയെ പറഞ്ഞു വിട്ട് എനിക്ക് അടുത്ത വിവാഹം ആലോചിച്ച് ഈശ്വരമംഗലത്തിന്റെ പരമ്പര നിലനിർത്തുന്നതിനെ കുറിച്ച് വരെ ആലോചിച്ചതല്ലേ? അല്ല മാഡം, പ്രണവിന്റെ വിവാഹം എന്നത്തേക്ക് നടത്താനാണ് മാഡം ഉദ്ദേശിക്കുന്നത്? ഒരു തീരുമാനം എടുക്കണ്ടേ? നിനക്കൊന്ന് ശകനം വന്നാൽ ഉടനെ ആകാശം ഇടിഞ്ഞു പോകത്തക്ക വിധത്തിൽ രാശിയില്ലാത്തവളായിരുന്നല്ലോ എന്റെ ഭാര്യ. ഇപ്പോ നിന്റെ ഭാര്യയും അതേ അവസ്ഥയിലായാലോടാ. നീ ഇനി എന്താ ചെയ്യാൻ പോകുന്ന മോനെ? നിധി അപശകുനമാണെങ്കിൽ ശിവാനി പിന്നെ എങ്ങനെ ശുഭശകുനമാവും? എന്റെ ഭാര്യ ഇറക്കി വിടാൻ ഇവർക്കൊപ്പം കൂട്ടുനിന്നവനല്ലടാ നീ. എന്താ ഇപ്പോ നിനക്ക് നിന്റെ ഭാര്യയെ ഇറക്കി വിടണം തോന്നുന്നില്ലേ? നീ കാരണം എല്ലാവരുടെ മുന്നിൽ എന്റെ അഭിമാനം പോയേ. എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്ത നീ ഇനി ഈ വീടിനോ എനിക്കോ ആവശ്യമില്ല. അമ്മയാകാൻ കഴിവില്ലാത്തവൾക്ക് മരുമകളായി ഇരിക്കാനോ അവകാശമില്ലാത്ത നിയമം പറഞ്ഞത് നീയല്ലേ? ആ നിയമം തന്നെ ഞാൻ ഇപ്പോഴും തിരിച്ചു പറയുന്നേ. എത്രയും വേഗം ഇവിടുന്ന് ഇറങ്ങി പോവാൻ നോക്ക്. പ്രണവ് പറയുന്നത് കേട്ടില്ലേ? എന്തോ ഇത്? പ്രണവ് പറഞ്ഞതാണ് അതിന്റെ ശരി. ഈശ്വരമംഗലം കുടുംബവും അതിന്റെ ബിസിനസ്സുകളും സ്വത്തുക്കളും ഒന്നും നോക്കി നടത്താനും അനുഭവിക്കാനും ഒന്നും ഒരു തലമുറയില്ലാതെ നശിച്ചു പോവാൻ എനിക്കും താല്പര്യമില്ല.